ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് എല്ലാ ഭൂമനുഷ്യോതാക്കളെയും കർത്താവിന്റെ നിസ്തുല്യ സ്നേഹത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട് ദൈവകുഞ്ഞുങ്ങളോട് പറയാൻ ആഗ്രഹിച്ചൊരു വേദഭാഗം വായിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടി സഞ്ചരിച്ചു. എഫേസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് അവരോട് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ മറുപടി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നും പരിശുദ്ധാത്മ നൽകിയ വാക്യമാണ് പ്രിയപ്പെട്ടവരെ വായിച്ചു കേൾപ്പിച്ചത്. 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവകരങ്ങളിൽ ശക്തനായി ഉപയുക്തനായ പൗലോസ് ശ്ലീഹ ഒരിക്കൽ എഫേസോസിൽ വെച്ച് അവിടെ കണ്ടുമുട്ടി ദൈവമക്കളോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അതിന് അവിടുത്തെ ജനം പറഞ്ഞ മറുപടി ആശ്ചര്യാവഹമായിരുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഇന്ന് പുലരിയിൽ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും കർത്താവിന് ചോദിക്കാനുള്ളതും അതുതന്നെയാ. കുഞ്ഞെ, നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് പറഞ്ഞാൽ ആത്മനിറവ് ആസ്വദിച്ച ഭക്തൻ ആരെ കണ്ടാലും ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നത് എത്ര സമ്പത്തുണ്ടെന്നല്ല, എത്ര മക്കളുണ്ടെന്നല്ല, എന്ത് ശമ്പളം കിട്ടുമെന്നല്ല, ഏത് കുടുംബത്തിൽ ജനിച്ചവെന്നല്ല. വിശ്വസിച്ചിട്ട് കുഞ്ഞെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? മക്കളെ, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നന്നായി പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം, മനോഹരമായി പാടാൻ കഴിവുണ്ടായിരിക്കാം, ആരാധന ലീഡ് ചെയ്യുന്ന വർഷിപ്പ് ലീഡറായിരിക്കാം, സംഗീത ശുശ്രൂഷക്കാരനായിരിക്കാം, വേദാധ്യാപകനോ സഭാശുശ്രൂഷകനോ ആരുമായിക്കൊള്ളട്ടെ, കർത്താവ് സ്നേഹത്തോട് ചോദിക്കുന്നു, കുഞ്ഞെ വിശ്വസിച്ചിട്ട് നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ചിലർ പറയും നന്നായി പ്രസംഗിക്കുന്നുണ്ട്, പിന്നെ ആത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? വലിയ കുഴപ്പമുണ്ട് മക്കളെ. ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ മാത്രമേ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ലോകം അനുഭവിക്കാൻ പോകുന്ന മഹാക്രോധത്തിന്റെ കൊടും ചൂടിൽ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. മക്കളെ, ചോര ഊറ്റിത്തന്ന് നിന്നെ സ്നേഹിച്ച കർത്താവ് അവിടുന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്താ? നിന്നെ തന്നോടൊപ്പം തന്റെ മണവാട്ടിയായി മണിയറയിൽ ചേർക്കണമെന്നുള്ളതാ. അതിനുവേണ്ടിയാ മക്കളെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. കാഹളം ധ്വനിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ലോകത്തിന്റെ ഹൃദയോളം സഞ്ചരിക്കും. അവിടെയെല്ലാം നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചേർക്കും. ദൂതന്മാരെ ഇവരെ എങ്ങനെ തിരിച്ചറിയും? വേഷം കണ്ടിട്ടല്ല കേട്ടോ, മീശ പഠിച്ചതുകൊണ്ടല്ല, കമ്മലുമാലെ ഊരിയതുകൊണ്ടല്ല, നിന്നിൽ ജ്വലിക്കുന്ന ആത്മാവിന്റെ വെളിച്ചം കണ്ടിട്ടാ. സ്തോത്രം. അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം ഉറപ്പ് പറയുന്നത്, എന്റെ ആത്മാവില്ലാത്തവർ എനിക്കുള്ളവരല്ല. കർത്താവ് ചോദിക്കുന്നു, കുഞ്ഞെ വിശ്വസിച്ചിട്ട് എത്ര കാലമായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? മക്കളെ, നിന്റെ ഹൃദയ നിലവാരം അറിയുന്നു നല്ല കർത്താവ് ഈ പുലരിയിൽ നിന്റെ കിടക്കയ്ക്ക് തൊട്ടരികിൽ നിന്ന്, നീ ആയിരിക്കുന്നിടത്തിന്റെ ശ്വാസത്തേക്കാൾ അരികിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാ, കുഞ്ഞെ നീ വിശ്വസിച്ചിട്ട് എത്ര കാലമായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ആത്മാർത്ഥമായി ഒരു വാക്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്ക്, കർത്താവേ അങ്ങയുടെ ആത്മാവിനെ പ്രാപിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പച്ചാ, നിന്റെ ആത്മാവിനെ എനിക്ക് തരണം. പോരാ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം. സ്തോത്രം. ഈ ദുഷ്ടലോകത്ത് ജീവിക്കാൻ, കർത്താവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ കുഞ്ഞെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിനക്ക് ആവശ്യമാണ്. അഭിഷേകം കൊതിക്കുന്ന ദൈവവൈതലേ, ദൈവനാഥന്റെ തുളയ്ക്കപ്പെട്ട കരം കുഞ്ഞെ നിന്റെ ശിരസിൽ സ്പർശിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കാൻ സമർപ്പണ ഹൃദയത്തോട് ആഗ്രഹിക്കുന്ന ജീവിതമേ, നിന്റെ അധരങ്ങളെ തൊടുവാൻ അവൻ കർത്താവിന്റെ കരം ചലിക്കുന്നു. ആത്മസാന്നിധ്യം വിശ്വാസത്താൽ അറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. മടുപ്പ് ബാധിച്ച മനസ്സിനെ തൊട്ടുണർത്താൻ ദൈവകരം ചലിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എഫെസോസിലുള്ള ജനത്തോട് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അങ്ങനെയാണെങ്കിൽ ഇവർ വിശ്വാസികളാണ്, കർത്താവിനെ ആരാധിക്കുന്നവരാണ്. അവരിൽ വചനം പ്രസംഗിക്കുന്നവരും ഉണ്ടാകാം, നന്നായി പാടുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ഉണ്ടായിരിക്കണം. അവരാ പറയുന്നത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ട് ഇവർ മാനസാന്തരപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പൗലോസ് ലോകരക്ഷകനായ ക്രിസ്തു നൽകുന്ന ആത്മരക്ഷയെക്കുറിച്ച്, പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ, എന്നിട്ട് ശ്രോതാക്കളുടെ മേൽ കൈവച്ചപ്പോൾ അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. ശരിക്കും അവിടെയാണ് എഫെസോസിലെ സഭയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അതിനു മുമ്പ് നീതിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരുടെ ചെറിയ കൂട്ടമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ ആ കൂട്ടം പുതിയ നിയമസഭയായി മാറി. എന്റെ മക്കളെ,
സമസ്വഭാവമുള്ളവർ ഒരുമിച്ച് കൂടുന്നതല്ല പുതിയ നിയമസഭ. ആത്മനിറവ് പ്രാപിച്ചവർ വിശുദ്ധിയോടെ ആരാധിക്കുന്നതാണ് കർത്താവിന്റെ സഭ. സ്തോത്രം. അവിടെ 12 പേർ ആത്മനിറവ് പ്രാപിച്ചപ്പോൾ ദെമിത്രിയോസ് എന്ന വിഗ്രഹ നിർമ്മാണ വിദഗ്ധന്റെ ബിസിനസ് പൊളിഞ്ഞുപോയി. സ്തോത്രം. 50,000 വെള്ളിക്കാശ് വരെയുള്ള മാന്ത്രിക ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് അതുവരെ അതിനെ പൂജിച്ചിരുന്നവർ, അതിനെ വിശ്വസിച്ചിരുന്നവർ തന്നെ സ്വന്തം കൈകൊണ്ടത് കത്തിച്ചു കളഞ്ഞു. ഈ 50,000 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ തുകയാകട്ടോ. അന്ന് ഒരു മനുഷ്യൻ രാവിലെ മുതൽ 6 മണി വരെ, വൈകിട്ട് 6 മണി വരെ കഠിനാധ്വാനം ചെയ്താൽ അവന് കിട്ടുന്ന കൂലി 1 വെള്ളിക്കാശാണെന്ന് ഓർക്കണം. സൂര്യൻ ഉദിക്കുമ്പോൾ വയലിലിറങ്ങിയാൽ അസ്തമിക്കുമ്പോഴാണ് കയറി വരുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടുന്ന കൂലി 1 വെള്ളിക്കാശ. അവർ 1 വർഷം മുടങ്ങാതെ വേല ചെയ്താൽ കിട്ടുന്ന കൂലിയോ 365 വെള്ളിക്കാശ. ഇവരിൽ ശബത്തനുഷ്ഠിക്കുന്നവരാണെങ്കിൽ ആ ദിവസങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ പിന്നെ വർഷത്തിൽ 288 ദിവസങ്ങൾ, അങ്ങനെ 288 വെള്ളിക്കാശ് ഇവർക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, 50,000 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ 173 കുടുംബാംഗങ്ങൾ 1 വർഷം കഠിനാധ്വാനം ചെയ്ത കിട്ടുന്ന തുകയാകട്ടോ. ദൈവത്തിന് സ്തോത്രം. 12 ദൈവമക്കൾ ആത്മാവിൽ നിറഞ്ഞപ്പോൾ ഇത്രയധികം മൂല്യമുള്ള മാന്ത്രിക ഗ്രന്ഥങ്ങൾ തീയിൽ കത്തിയമർന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആത്മാവിന്റെ അഗ്നി കത്താൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, നിനക്കെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ അന്ധകാര ശക്തികൾ മാന്ത്രിക തകിടിൽ കുറിച്ചിരിക്കുന്ന ദുഷ്ടന്റെ കൈയെടുത്ത് കത്തിമാറുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മക്കളെ നിന്നെ തൊട്ട് ആലോചന പറയുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ പേരെഴുതി നിന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കേണ്ട അനർത്ഥത്തിന്റെ കണക്കെഴുതി മുദ്ര വെച്ചിരിക്കുന്ന ശത്രുവിന്റെ പ്രതീക്ഷ ഇന്ന് പുലരിയിൽ കത്തി എരിയുന്നതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വലിച്ചെറിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒന്നുമില്ലാത്തവളായി, ഒഴിഞ്ഞ കൈയോടെ പരിഹാസ വിഷയമായി നീ മടങ്ങി വരുന്ന തീയതി, നിന്റെ പ്രിയപ്പെട്ടവർ തകർന്ന മനസ്സോടെ തിരിച്ചു വരുന്ന തീയതി കുറിച്ചു വെച്ച് കാത്തിരിക്കുന്നവർ സ്തംഭിച്ചു പോകുന്ന വിധത്തിൽ കുഞ്ഞേ ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദേശത്ത് കൊടികുത്തി വാഴുന്ന ദുഷ്ടാത്മ വ്യാപാര ശക്തികൾ, സ്തോത്രം, ആത്മനിർഭർ പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങൾ അഭിഷേകത്താൽ കത്താൻ തയ്യാറായാൽ ദേശം വിട്ടുപോകുമെന്നുള്ളത് അനുഭവിച്ചറിയുന്ന ദൈവകുഞ്ഞുങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാകും. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ദേശങ്ങളിൽ ശമൂവേൽ എന്ന ദൈവഭൃത്യൻ വചനം പ്രസംഗിച്ചുകൊണ്ട് നടന്നതാ, കണ്ണുനീരൊഴുക്കി നടന്ന് ദൈവവചനം പറഞ്ഞതാ. അന്ന് പൈശാചിക ശക്തികൾ പറഞ്ഞിട്ടുണ്ടാകും, ഇവന്റെ വിത്ത് ഇവിടെ മുളയ്ക്കത്തില്ല, മുളച്ചാലും വളരാൻ അനുവദിക്കത്തില്ല, മുള്ളിനിടയിൽപ്പെട്ട് ഞെരിഞ്ഞു പോകത്തേയുള്ളൂ. എന്നാൽ ശമൂവേൽ ദൈവാലോചന പങ്കുവച്ചു സഞ്ചരിച്ച ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇടങ്ങളിലെല്ലാം ഏലിയാവിന്റെ കാലത്ത് വിദ്യാലയങ്ങൾ, അതേ ബൈബിൾ കോളേജുകൾ, അതേ പ്രവാചക വിദ്യാലയങ്ങൾ ഉണ്ടാകുവാനിടയായി. ദേവദാസനെ, കർത്താവിന്റെ നാമത്തിൽ താങ്കൾ സഞ്ചരിച്ച് ജീവന്റെ വചനം എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം നീ കണ്ണുനീരോടെ, എവിടെയെല്ലാം നീ വിതച്ചിട്ടുണ്ടോ, നാളുകൾ ചിലത് കഴിയുമ്പോൾ അവിടെയെല്ലാം നിത്യതയുടെ വിത്തായ ജീവന്റെ വചനം ബലം പുറപ്പെടുവിക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദേവദാസനെ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചു പറയുക, നീ വളരത്തില്ലെന്ന് ശത്രു പറഞ്ഞ സ്ഥലത്തു തന്നെ നിന്റെ പ്രവർത്തനങ്ങളെ വളർത്താൻ ദൈവം മതിയായവൻ. എവിടെ ശുശ്രൂഷിക്കത്തില്ലെന്ന് വിധി എഴുതിയോ അവിടെ നിന്നെ കൊണ്ടുപോയി ദൈവം ശുശ്രൂഷ ചെയ്യിക്കും. ദൈവത്തിന്റെ ദാസനെ, പരിശുദ്ധാത്മാവിന്റെ ആലോചന ഏറ്റെടുക്കാൻ തയ്യാറാവുക. നിന്റെ നേരെ കുന്തമെറിഞ്ഞ് ശൗലിന് ഉന്നമില്ലാഞ്ഞിട്ടല്ല, നീ ഒഴിഞ്ഞു മാറിയത് കൊണ്ടല്ല, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ശത്രുവിന്റെ ആയുധത്തെ തട്ടിമാറ്റിയത് കൊണ്ടാ ഇന്നും ജീവനോടെ ഇരുന്ന് കർത്താവിനെ സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. തന്നെ അനുഗമിക്കുന്ന എലീശയോട് ഏലിയാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? ഉത്തരം, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, അതിൽ കുറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ഈ എലീശയോട് ചോദിക്കാം, പ്രവാചകനെ, താങ്കളുടെ മുമ്പിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഗിൽഗാലിലും ബഥേലിലും ദോദാനിലും എരിഹോവിലും ഒക്കെ ശ്രേഷ്ഠമായ നിലയിൽ പ്രവർത്തിക്കുന്ന ബൈബിൾ കോളേജുകൾ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ചോദിക്കാതെ അഭിഷേകം എന്തിനാ ചോദിച്ചത്? അതിലെല്ലാം മേധാവിയായി വാഴാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു. എന്നിട്ടും എന്റെ അഭിഷേകം തെരഞ്ഞെടുത്തു. എന്തിനാ ഇരട്ടിപ്പങ്ക് അഭിഷേകം ചോദിച്ചത്? ചോദ്യത്തിലുള്ള മറുപടി എലീശ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കുഞ്ഞേ, ഏലിയാവിന്റെ കാലമല്ല, എലീശയുടെ കാലം. അന്നത്തെ അഭിഷേകം പോരാ ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയോടെ നിൽക്കുവാൻ. കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധന്മാർ അഭിഷേകം നിറഞ്ഞ ജീവിതം നയിച്ചവരാണ്. എന്നാൽ മക്കളെ, ഇന്ന് നീ ആയിരിക്കുന്ന ഈ ദുഷ്കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇരട്ടി അഭിഷേകം ആവശ്യമാണ്. സകല രോഗവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ ഇവിടെ ദൈവവേദനായി നിലനിൽക്കണമെങ്കിൽ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ ആത്മാവിന്റെ ഇരട്ടി പങ്ക് കൂടിയേ തീരൂ.
ഇത് വഷളത്വം പെരുകുന്ന കാലമാണ്. പുതുദോഷം സങ്കല്പിക്കുന്ന കാലമാണ്. മക്കളെ, ഈ കാലത്ത് വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ പഴമയുടെ പെരുമയിൽ പ്രശംസിച്ച കഴിയത്തില്ല കേട്ടോ. എനിക്ക് വേണം പുതിയ കൃപ, എനിക്ക് വേണം അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക്, എനിക്ക് പുതിയ താലന്തുകൾ വേണം, മുട്ടോളം അല്ല അരയോളം പോരാ, നീന്തി തുടിക്കുന്ന അനുഭവം എനിക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആഗ്രഹിക്ക്, കർത്താവ് നിന്നെ മാനിക്കും. ഏലിയാവിന്റെ കാലത്ത് പ്രശ്നം തീരാൻ വലിയ കാര്യമൊന്നുമില്ല, ഒരു മഴ പെയ്താൽ തീരുമായിരുന്നു. ഏലിയാവിന്റെ കാലത്തെ പ്രശ്നങ്ങൾ ഒരു മഴ പെയ്താൽ തീരുന്നതായിരുന്നു. പണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ കാര്യവും അങ്ങനെയായിരുന്നു. രാവിലെയും വൈകിട്ടും ആഹാരം കഴിക്കാൻ കിട്ടുമെങ്കിൽ തീരുന്ന പ്രശ്നമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പെങ്കൊച്ചിനെ വിവാഹം ചെയ്തയച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഉറങ്ങാൻ ഒരു കൂരയുണ്ടായാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ദേവദാസന്മാർ കടന്നു വന്നാൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിയാത്ത ചെറിയ കുടിലുകളിൽ കഴിഞ്ഞപ്പോൾ അവർ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അഭിഷിക്തന്മാർ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇനി ഇവിടെ വരുമ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു നല്ല ഭവനം ഈ കുഞ്ഞുങ്ങൾക്ക് നൽകണം. കർത്താവ് പ്രാർത്ഥന കേട്ടു. മനോഹരമായ ഭവനങ്ങൾ നൽകി തന്റെ മക്കളെ മാനിച്ചു. ചില കാലങ്ങൾക്ക് മുമ്പ് ദൈവം വലിയവനെ അയച്ച സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പിൽക്കാലത്തൊക്കെ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം ഭൗതികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് കർത്താവ് തന്റെ കുഞ്ഞുങ്ങളെ മാനിച്ചിരിക്കുന്ന കാഴ്ച കണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കാനിടയായിട്ടുണ്ട്. കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ദൈവം സാഹചര്യങ്ങളെ മാറ്റിമറിച്ചു. ദൈവകുഞ്ഞുങ്ങളുടെ കണ്ണുനീര്, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവമക്കളുടെ കണ്ണുനീരിന്റെ മേൽ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി കെട്ടിപ്പൊക്കിയ മനോഹര ഭവനങ്ങൾ കാണുമ്പോൾ നിറകണ്ണുകളോട് ദൈവത്തിന് നന്ദി പറയാനിടയാകുന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഇത് നിത്യതയിലെ നന്മയാകട്ടോ. എങ്കിലും ഈ മണ്ണിലും വേണ്ടതെല്ലാം നൽകി തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ഏലിയാവിന്റെ കാലത്ത് സ്തോത്രം ശരിക്കൊന്ന് പ്രാർത്ഥിച്ചാൽ ഒരു നല്ല മഴ പെയ്താൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എലീശയുടെ കാലത്ത് കാര്യം നേരെ തിരിച്ചാ. വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റത്തില്ല. പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാ, പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. വെള്ളം ഗർഭനാശകമാണ്. അനന്തര തലമുറയെ വളരാൻ അനുവദിക്കാത്ത നിലയിൽ വെള്ളത്തിൽ വ്യാപരിക്കുന്ന വൈശാചിക ശക്തികളുടെ വ്യാപാരം. ദൈവത്തിന് സ്തോത്രം. പച്ചവെള്ളത്തിൽ പോലും ശാപം വ്യാപരിച്ചു നിൽക്കുന്ന കാലം കുഞ്ഞെ ഞാനും നീയുമായിരിക്കുന്ന ദുഷ്കാലമാണ്, അന്ത്യകാലമാണ്, വല്ലാത്ത കാലമാണ്. ഔഷധങ്ങളിൽ പോലും മായം കലർത്തുന്ന കാലം. ദൈവത്തിന് സ്തോത്രം. ഉപദേശത്തിൽ മായം ചേർത്ത കാലം, കൃപാവരങ്ങളെ ചോദ്യം ചെയ്യുന്ന കാലം, മറ്റൊരു സുവിശേഷം ആടി തകർക്കുന്ന കാലം, ദുരുപദേശം വാരി വിതറുന്ന കാലം. ഇതിനെ ശാസിക്കണമെങ്കിൽ മക്കളെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ആവശ്യമാണ്. സ്തോത്രം. പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരം, പക്ഷെ വെള്ളം ഗർഭനാശകം. കണ്ടാൽ ആരും കുമ്പിട്ടു പോകുന്ന തരത്തില ആരാധനാലയത്തിന്റെ പണി ചെയ്തിരിക്കുന്നത്. ഇരിപ്പ് കണ്ടാൽ മനോഹരമാണെങ്കിലും ജനനം നടക്കുന്നില്ല, വീണ്ടും ജനം നടക്കുന്നില്ല. ഉപവാസ മഹോത്സവങ്ങൾ നടക്കുന്നു, വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നു, കൃപാവര പ്രാപ്തന്മാരെ വരുത്തുന്നു, പരസ്യങ്ങൾ നടത്തുന്നു, ക്രൂസൈഡും കൺവെൻഷനുകളും നടത്തുന്നു. ഒരെണ്ണം പോലും വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവസഭയിലേക്ക് കടന്നു വരുന്നില്ല. ഇരിപ്പ് മനോഹരം, പക്ഷേ വീണ്ടും ഞാൻ നടക്കുന്നില്ല. കാരണം വെള്ളത്തിന്റെ കുഴപ്പമാണ്. ഉറവയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന മരണത്തിന്റെ ശക്തി ലയിച്ചു കിടക്കുന്നത് കൊണ്ടാണ് വീണ്ടും ജനനം സംഭവിക്കാത്തത്. ഏതാ ഈ വെള്ളം? ദൈവസഭയിൽ ജീവന്റെ ജലമായ തിരുവചനം നൽകേണ്ട സ്ഥാനത്ത് വചനത്തിലും മായം കലർന്നിരിക്കുന്നു. പത്യോപദേശഭാഗത്തെ ജീവജലത്തിൽ മായം കലർത്തിയിരിക്കുന്നു. ആത്മനദിയിൽ നീന്തി തുടിച്ച് ആരാധിക്കേണ്ട സ്ഥാനത്ത് ആരാധനയുടെ ജീവജലത്തിലും മായം കലർത്തിയിരിക്കുന്നു. എല്ലാമുണ്ട്, പക്ഷേ വീണ്ടും ജനം നടക്കുന്നില്ല. കാരണം മനസ്സിലായോ? ഉറവിടം മനസ്സിലായോ? നിർമ്മല വചനം കേട്ടാൽ വീണ്ടും ജന്മം നടക്കും. ആത്മാവിൽ സത്യമായി ആരാധിച്ചാൽ സ്വർഗീയ നന്മകൾ പ്രാപിക്കാം. പക്ഷേ ഇവിടെ ഇരിപ്പ് മനോഹരമാ, പക്ഷേ ഹല്ലേലൂയ ഹല്ലേലൂയ വീണ്ടും ജനം നടക്കുന്നില്ല. ഇരിപ്പ് മനോഹരമായിരിക്കും എന്ന് മാത്രമാ പലരും ചിന്തിക്കുന്നത് തന്നെ. മക്കളെ, ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഈ പ്രതികൂലങ്ങളെ തരണം ചെയ്യണമെങ്കിൽ ഏലിയാവിന്റെ കാലത്തെ ആത്മശക്തി മതിയാകില്ല. ഇരട്ടി അഭിഷേകം പ്രാപിച്ചേ തീരൂ. ഏലിയാവിന്റെ കാലത്ത് മഴ പെയ്താൽ തീരുന്ന പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ന് പുത്തൻ തളിക തന്നെ വേണം. പാരമ്പര്യത്തിന്റെ ക്ലാവ് പിടിച്ച തളികയൊന്നുമല്ല കേട്ടോ. ഉപവസിച്ചു പ്രാർത്ഥിച്ചു തേച്ചു മിനുക്കിയ മാലിന്യരഹിതമായ പുത്തൻ തളിക. ഇന്നലകളിൽ ജീവിതത്തിൽ വന്നു ചേർന്ന അശുദ്ധിയെ മുഴുവനും കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകി മാറ്റിയ പുത്തൻ തളിക. ദൈവ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഒരു പുത്തൻ തളികയായി മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവകൃപയുടെ ഉപ്പിട്ട് മാനപാത്രമാക്കി കർത്താവ് നിന്നെ മാനിക്കാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീയാകുന്ന പുത്തൻ തളികയിൽ അഭിഷേകത്തിന്റെ ഉപ്പ്, ദൈവകൃപയുടെ ഉപ്പുണ്ടെങ്കിൽ ഏതു ശാപവും മാറുവാൻ ആ ഏതു ശാപത്തിനും പരിഹാരമായി നീ കാലുകുത്തിയ മതി മക്കളെ. സ്തോത്രം. പുത്തൻ തളികയിലെ ഉപ്പ് നീരുറവയിൽ വീണപ്പോൾ വെള്ളത്തിൽ ലയിച്ചു കിടന്നിരുന്ന ജന്നത്തെ തടയുന്ന ശക്തി അകന്നുമാറി. അഭിഷിക്തനെ, നിന്റെ ദേശത്ത് നാശം വിതയ്ക്കുന്ന ശാപത്തിന്റെ ശക്തി അതെന്തായാലും അതിന്റെ ഉന്മൂലനാശം വരുത്താൻ മറ്റാരെയും തേടി താങ്കൾ പോകേണ്ട കാര്യമില്ല.
നീയാകുന്ന പുത്തൻ തളികയിൽ ദൈവകൃപയുടെ ഉപ്പ് രുചി വരുത്തിയാൽ മതി. യേശുവിന്റെ നാമത്തിൽ നീ കാലുകുത്തുന്ന ഭവനത്തിലെ ശാപത്തിന്റെ ശക്തികൾ നാമാവശേഷമാകും. കൈകൊടുക്കുന്ന വ്യക്തിയിൽ നിന്ന് അന്ധകാര ശക്തികൾ അകന്നു മാറും. നിന്റെ നാവിൽ നിന്ന് ദൈവവചനം കേൾക്കുന്നവരിൽ വീണ്ടും ജനനമുണ്ടാകും. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഗിൽഗാലിനെ നോക്ക്. ഏലിയാവിന്റെ കാലത്തെ അനുഭവമല്ല, എലീശയുടെ കാലത്ത്. 2 രാജാക്കന്മാർ 4:38. അവിടുത്തെ 100 പ്രവാചക ശിഷ്യന്മാരുടെ ബൈബിൾ സ്കൂളിൽ കഴിക്കാൻ ആഹാരമില്ല. ആഹാരം ഉണ്ടാക്കിയപ്പോഴാണെങ്കിലോ നിലവിളി ഉയരുകയാ, ദൈവദാസനെ കലത്തിൽ മരണം. നോക്ക്, വെള്ളത്തിൽ മരണം, കലത്തിൽ മരണം. ഈ സാഹചര്യത്തിൽ ജയജീവിതം നയിക്കണമെങ്കിൽ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കു വേണം. ഗിൽഗാൽ ഒരിക്കൽ ദൈവം നിന്ന് ഉരുട്ടി മാറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇന്ന് പട്ടിണി നിമിത്തം, ദാരിദ്ര്യ നിമിത്തം ഗിൽഗാലുള്ള ദൈവമക്കൾ നിന്ദിക്കപ്പെടുകയാ. കലത്തിൽ മരണമെന്ന് പ്രവാചക ശിഷ്യന്മാർ നിലവിളിച്ചപ്പോ എലീശ പറഞ്ഞത് എന്താ? വെള്ളത്തിലെ ശാപം മാത്രമല്ല കുഞ്ഞെ, കലത്തിലെ മരണത്തിനും പരിഹാരമുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവദാസൻ പറഞ്ഞു, ഒരുപിടി മാവ് വേണം, ഒരുപിടി മാവ് വേണം. 100 പേര് ദിവസങ്ങളായി ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വിശന്നിരിക്കുമ്പോൾ ആരോ ഒരാൾ ഒരുപിടി മാവ് സൂക്ഷിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവേദനയെ ഒരു ക്ഷാമത്തിനും നശിപ്പിക്കാനാവാത്ത ഒരുപിടി മാവ് നിന്നിലുണ്ട്. ജീവന്റെ അപ്പമായി തീരേണ്ട ഒരുപിടി മാവ് വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനയെ നിന്റെ ഉള്ളിലുണ്ട്. ഇത്രയും രോഗം പിടിമുടുക്കിയിട്ടും നിരവധി കഷ്ടത്തിലൂടെ കടന്നുപോയിട്ടും അപമാനം സഹിച്ചു വലഞ്ഞിട്ടും ജീവന്റെ അപ്പമായി തീരേണ്ട ഒരുപിടി മാവ് നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് മതി നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ടാകാൻ. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞെ, ഒരുപക്ഷെ അത് നിന്റെ കണ്ണുനീരായി, ഉള്ളൊരുകിയുള്ള പ്രാർത്ഥനയായിരിക്കാം. പ്രതികൂലത്തിന്റെ മുമ്പിൽ നീ നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചിരിക്കുന്ന നിന്റെ നാവിലെ വാഗ്ദത്ത വചനങ്ങളായിരിക്കാം. ദൈവനാമത്തിൽ ചെലവഴിക്കുന്ന ശീലമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ശത്രുവിന് വിഴുങ്ങാൻ കഴിയാത്ത, ക്ഷാമത്തിന് നശിപ്പിക്കാൻ കഴിയാത്ത, രോഗത്തിന് തകർക്കാൻ കഴിയാത്ത, ദുരാത്മ ശക്തികൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരുപിടി മാവ് നിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. കേമന്മാരുടെ ലിസ്റ്റിൽ നിന്റെ പേരില്ല, ശരിയാ. ഫ്ലക്സ് ബോർഡുകളിൽ നിന്റെ ചിത്രമില്ല. കമ്മിറ്റിയിലും കൌൺസിലും നീ അംഗമല്ല. പ്രശംസയോട് ഉയർത്തിക്കാണിക്കാൻ ഒന്നുമില്ലെങ്കിലും നിന്നിൽ ഇന്നും നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചിരിക്കുന്ന ഒരുപിടി മാവുണ്ടല്ലോ, അതും മതി പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്. വാർദ്ധക്യത്തിന്റെ ക്ഷീണം പിടികൂടാത്ത ഒരുപിടി മാവ്, കാലപ്പഴക്കം കൊണ്ട് മങ്ങിപ്പോകാത്ത ഒരുപിടി മാവ്, ഇന്നും നഷ്ടമാകാതെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അതും മതി നിന്നിലൂടെ വൻകാര്യങ്ങൾ ചെയ്തെടുക്കാൻ. നന്ദിയോടെ സ്തോത്രം ചെയ്തു. നിന്റെ കയ്യിലുള്ള ഒരുപിടി മാവ്, ആ ചെറിയ താലന്ത് ദൈവസന്നിധി സമർപ്പിക്ക്. കർത്താവ് പറയുന്നു, കുഞ്ഞെ, നിന്റെ കയ്യിലുള്ള പ്രാർത്ഥന ഇങ്ങ് കൊണ്ടുവാ, നിന്റെ കയ്യിലുള്ള പാട്ട് ഇങ്ങ് കൊണ്ടുവാ, നിന്നിലുള്ള വചന നിശ്ചയം ഈ ദൈവസന്നിധി കൊണ്ടുവാ, സ്തോത്രം ഇങ്ങ് കൊണ്ടുവാ, നിന്നിൽ പകർന്നിരിക്കുന്ന അന്യഭാഷ ഇങ്ങ് കൊണ്ടുവാ, വെളിപ്പാട് കൊണ്ടുവാ, ദർശനം ഇങ്ങ് കൊണ്ടുവാ, നിന്നുള്ള കൃപാവരം ദൈവസന്നിധി സമർപ്പിക്ക്. ഞാൻ ചിലത് നിന്നെ കൊണ്ട് ഞാൻ വൻകാര്യങ്ങൾ, ഹല്ലേലൂയ, വൻകാര്യങ്ങൾ ചെയ്യിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പിന്നെ ദോഷമായതൊന്നും കലത്തിലുണ്ടായില്ല. 100 പേരെ കുഴിച്ചിടാൻ മതിയായ ദോഷം ഈ കലത്തിലുണ്ടായിരുന്നു. പക്ഷേ ദൈവപൈതൽ സൂക്ഷിച്ച ഒരുപിടി മാവ് കൊണ്ട് അത് പരിഹരിക്കപ്പെട്ടു. പ്രശ്നം സങ്കീർണമാ, വലിപ്പം കൂടുതല, പക്ഷെ ദൈവകരങ്ങളിൽ കൊടുക്കാൻ അതിൽ കൂടുതലൊന്നും വേണ്ട. ഇന്നും വിശുദ്ധിയോടെ സൂക്ഷിക്കുന്ന എന്തെങ്കിലും നിന്നിലുണ്ടോ, അത് മതി, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഏലിയാവിന്റെ കാലത്ത് ഒഴുകും മഴ പെയ്താൽ തീരുന്ന പ്രശ്നമായിരുന്നെങ്കിൽ എലീശയുടെ കാലത്ത് കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും മരണം നൃത്തം ചെയ്തു. ഇതിനെ തരണം ചെയ്യാനാ താൻ ഇരട്ടി പങ്ക് ചോദിച്ചത്. എലിയാവിന്റെ കാലത്ത് കെരീത്ത് പറ്റിയാൽ ഓടിക്കയറാൻ ഒരു സരാഫത്തുണ്ടായിരുന്നു. എന്നാൽ 2 രാജാക്കന്മാർ 3:16 നോക്കുക. എലീശയുടെ കാലത്ത് ഓടിപ്പോകാൻ പറ്റില്ല, അരാം സൈന്യം വളഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ അരുളപ്പാട് എന്താ? അഭിഷിക്തനോട് പറയുന്നത്, നിനക്കെതിരെ ശത്രു പാളയമിറങ്ങിയിരിക്കുന്ന ഇടത്തു തന്നെ, നീ ആയിരിക്കുന്ന ഇടത്തു തന്നെ പ്രാർത്ഥനയുടെ കുഴികൾ വെട്ടുക. ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുക. നീ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എങ്കിലും താഴ്വര വെള്ളം കൊണ്ട് നിറയും. ശത്രു ചുറ്റും പാളയമിറങ്ങിയിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ കുഴിവെട്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ മക്കളെ, ആത്മശക്തിയുടെ ഇരട്ടി പങ്ക് വേണം. കാറ്റ് കാണാത്ത ഇടത്ത്, കോള് കാണാത്ത ഇടത്ത് എന്ന് പറഞ്ഞാൽ ഏലിയാവിന്റെ കാലത്ത് കൈപ്പത്തിയോളമെങ്കിൽ ഒരു മേഘമുണ്ടായിരുന്നു. ഇവിടെ അതുമല്ല. സാഹചര്യമെല്ലാം എതിരായിരിക്കുന്ന ഇടത്തു തന്നെ നീ കണ്ണുനീരോടെ പ്രാർത്ഥനയുടെ കുഴി കുഴിക്കുന്ന ഇടങ്ങളിലെല്ലാം കുഴിയുടെ ആഴത്തിനനുസരിച്ച് ദൈവം വെള്ളം നിറയ്ക്കാൻ പോകുകയാ, നന്മ നിറയ്ക്കാൻ പോകുകയാ, അനുഗ്രഹം നിറയ്ക്കാൻ പോകുക. ഒരിക്കലും നന്മ വരികയില്ലെന്ന് നീ ചിന്തിക്കുന്ന ഏതോ വഴിയായി, വറ്റി വരണ്ടു കിടക്കുന്ന ഏതോ വഴിയായി വെള്ളം ഒഴുകി വരുമെന്ന പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട്. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഭാരപ്പെടുകയാണോ? പ്രാർത്ഥനയുടെ കുഴി കുഴിക്കുക. തലമുറയുടെ കുടുംബജീവിതം തകരുമെന്ന് ചിന്തിക്കുകയാണോ? പ്രാർത്ഥനയുടെ കുഴി കുഴിക്കുക. ജോലി സംബന്ധമായ വിഷയം തന്നെ അലട്ടുകയാണോ? പ്രാർത്ഥനയുടെ കുഴി കുഴിക്കുക. താഴ്വര വെള്ളം കൊണ്ട് നിറയാൻ പോകുന്നു, അനുഗ്രഹം കൊണ്ട് നിറയാൻ പോകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, വറ്റി വരണ്ടു കിടക്കുന്ന സാഹചര്യത്തിൽ അനുഗ്രഹത്തിന്റെ ഉറവയെ പുറപ്പെടുവിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി.
എലിയാവിന്റെ കാലത്ത് പട്ടിണി നിമിത്തം അമ്മയും മകനും മരിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ ദൈവത്തിന് സ്തോത്രം, എലീശയുടെ കാലത്ത് അമ്മ സ്വന്തം കുഞ്ഞിനെ തന്റെ കൈകൊണ്ട് പുഴുങ്ങിത്തിരുന്ന അവസ്ഥയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, ഈ പ്രതികൂല നിറഞ്ഞ സാഹചര്യത്തിൽ, അതിനേക്കാൾ വഷളായ ഈ സാഹചര്യത്തിൽ അതേ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ കുഞ്ഞെ പ്രാർത്ഥിക്ക്. അപ്പച്ച, എന്റെ മേൽ ആത്മാവിനെ തരണം, ആത്മാവിനാൽ നിറയ്ക്കണം, പോരാ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നൽകി എന്നെ അനുഗ്രഹിക്കണം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്താൻ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. എന്തിനാ നിനക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക്? ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വം പ്രാപിക്കാനാ, മൺശരീരം വെൺശരീരമായി മാറാനാ, താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരമായി മാറാൻ വേണ്ടിയാ. പ്രപഞ്ച സീമകളെ ഭേദിച്ച് ഗുരുത്വാകർഷണ ശക്തിയെ വകഞ്ഞു മാറ്റി സ്വർഗീയ മണിയറയിലേക്ക് കടന്നു പോകാൻ വേണ്ടിയാ. ദൈവത്തിന്റെ പൈതലെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കണ്ട് ഉണരും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. മക്കളെ, അത് നടക്കണമെങ്കിൽ നിന്റെ മൺശരീരത്തിൽ ആത്മശക്തി വ്യാപരിക്കണം. കുഞ്ഞെ, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്ക്. കർത്താവേ, നിന്റെ നല്ല ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം, അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് നൽകി എന്നെ അനുഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ എളിയവനും ഭാഗ്യം നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇളയ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അലട്ടുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായി ഈ പറയുന്ന നമ്പറിൽ അറിയിക്കാം. 907214